അതെ ഒന്നതിൽ നല്ല തടി ഉണ്ടാവുക. അതെ മനസ്സിലായി സാർ. അല്ലെങ്കിൽ നല്ല ഹൈറ്റില് അത് കറുത്ത ആളാവാം. അത് ഒറിജിനൽ ആയിരിക്കണം. സാർ ഇപ്പൊ സാർ ഈ പറഞ്ഞ പോലെ എന്റെ ആലോചന ഒരാളുണ്ട്. ആരാണ്? കറക്റ്റ് തടിയുണ്ട്. നമ്മൾ ഒറ്റ ലുക്കിൽ കണ്ട എല്ലാ തരത്തിലും അതിന് അനുയോജ്യപ്പെട്ട ഒരാളാണ്. നല്ല ആക്ടറാണ്. ആരാണ്? മാതാശ്രീ, ഞാൻ എവിടെയല്ല മാതാശ്രീയെ തേടി അലഞ്ഞു. ഞാൻ അലഞ്ഞു അമ്മേ. അമ്മേ, ഈ അവസ്ഥയിലാക്കി ആരായാലും അവനോട് ഞാൻ പ്രതികാരം ചെയ്യും അമ്മേ. ചെയ്യും അമ്മേ. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. ശീതള, ഞാനേ ഒരു പുതിയ ക്ലാസിക് ഒരു സാധനം ചെയ്യുവാണ്. അപ്പൊ അതിന്റെ എന്റെ ക്യാരക്ടറിന്റെ ബിൽഡപ്പും അതിന്റെ ഇതൊക്കെ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നേ. സൗണ്ട് വെടിപ്പല്ലോ. സൗണ്ട് ഇങ്ങനെയല്ല. ഞാനൊരു കഥാപാത്രമായി കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രമായിട്ട് അങ്ങ് ജീവിക്കും. എല്ലാം മാറിപ്പോ. അതെ. ഞാൻ പറഞ്ഞില്ലേ, അത് കുറച്ച് ഹെവിയാണ്. ഹെവി സാധനമാണ്. എക്സ്പ്രഷൻസിന്റെ ബഹളമാണ്. അപ്പൊ നമുക്ക് നിങ്ങളായിരുന്നല്ലോ വിളിച്ചല്ലേ. കാര്യത്തിലേക്ക് നടക്കാം. അതായത് എന്റെ പേര് സത്യശീലൻ എന്നാണ്. ശീതളൻ. ഇദ്ദേഹമാണ് പ്രൊഡ്യൂസർ. എഴുതുന്നത് എങ്ങനെയുണ്ട്? എന്റെ ക്യാരക്ടറിന് പ്രൊമിനൻസ് ഉണ്ടാവുമല്ലോ. സാറേ നല്ല ക്യാരക്ടറാണ്. ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഈ കഥയിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് സാർ. ഫൈറ്റ് ഉണ്ടോ? എനിക്ക് ഫൈറ്റ് ഉണ്ടോ? ഫൈറ്റ് അല്ല സാറേ ഇത്. പക്ഷെ ഫൈറ്റിനേക്കാളും സാറിന്റെ ഓരോ വാക്കും അങ്ങനെയല്ല സാറേ. ഇത് നമ്മളെന്താ വെച്ചാല് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് സാറിന്റെ. എന്ത് പറഞ്ഞാലും കുറുക്കി കൊള്ളണ വാക്കുകളും ഡയലോഗുകളാണ് സാറിന്റെ. അത്ര ശക്തമാണ് സാറിന്റെ ഓരോ വാക്കും. സാറിന് പറ്റും. എന്റെ അപ്പിയറൻസ് എങ്ങനെയാണ്? എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും? അല്ല സാറേ, അതായത് ഇപ്പൊ സാറിന് ഈ ഒന്നും വേണ്ട. ഇപ്പൊ സാർ ഇങ്ങനെ തന്നെ വന്ന് നിന്നാ മതി. ശരിക്കും ഈ കഥാപാത്രത്തിന് പറ്റിയ ആളുകളെ, അങ്ങനത്തെ നടന്മാരെ മാത്രം എന്തോരം നോക്കി ഇതുപോലത്തെ ഒരാളെ കിട്ടിയില്ല. വയറൊക്കുമ്പോ മത്തക്കണ്ണുണ്ടാവില്ല, മത്തക്കണ്ണുണ്ടാവുമ്പോ മപ്പനാണെന്ന് തോന്നൂല. ഇതിപ്പോ ഊത്ത വയർ ഒരു മണഗുണാഞ്ചന് പറ്റിയ ആള് തന്നെ.